ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ തലൈവ. രജനീകാന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് സ്റ്റൈലും മാസും ഒക്കെയാണ്. പക്ഷേ രജനീകാന്തിൻ്റെ ആദ്യകാലത്തെ ചിത്രങ്ങളെല്ലാം ഭയങ്കര ക്ലാസിക് പെർഫോമൻസും ക്ലാസിക് ചിത്രങ്ങളായിരുന്നു. മുരട്ടുക്കാള എന്നൊരു ചിത്രത്തിന് മുമ്പ് വരെ രജനീകാന്ത് പല ഡിഫറൻ്റ് ആയിട്ടുള്ള കൈയില്ലാത്ത കാലില്ലാത്ത അങ്ങനെയുള്ള റോളുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മുരട്ടുക്കാള എന്നൊരു ചിത്രം രജനീകാന്തിൻ്റെ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ചു. ഒരു ആക്ടറിനെ താഴ്ത്തി സ്റ്റാർ ആയിട്ടുള്ള വളർച്ചയായിരുന്നു പിന്നീട് കണ്ടത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൽ ഒരാളായി മാറാൻ ആദ്യം സഹായിച്ച ചിത്രം മുരട്ടുക്കാളയായിരുന്നു. തമിഴ്നാട്ടിൽ അന്നേ വരെ നേടിയ എല്ലാ സിനിമകളുടെ കളക്ഷനും മറികടന്ന് രജനീകാന്ത് ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു മുരട്ടുക്കാളയിലൂടെ. പിന്നീട് അങ്ങോട്ട് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളാണ് കൂടുതലും ചെയ്തത്, ഇടയ്ക്ക് ചില ക്ലാസിക് ചിത്രങ്ങൾ ചെയ്തെങ്കിലും. അപ്പോൾ രജനീകാന്തിൻ്റെ കണ്ടിരിക്കേണ്ട 3 ക്ലാസ് ചിത്രങ്ങളും മാസ് ചിത്രങ്ങളും ഏതൊക്കെയെന്നാണ് ഈ വീഡിയോ നോക്കുന്നത്. ഇത് ടോപ്പ് 3 ഓർഡർ അനുസരിച്ചൊന്നുമില്ല, ഇറങ്ങിയ വർഷം അനുസരിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ക്ലാസ് ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ 1980 ഇറങ്ങിയ മുള്ളും മലരും എന്നൊരു ചിത്രമാണ്. ഇതിൻ്റെ അകത്തൊരു അനിയത്തിയും ചേട്ടൻ്റെയും ബന്ധമാണ് പറയുന്നത്. ആദ്യമായി രജനീകാന്തിന് സ്റ്റേറ്റ് അവാർഡ് മികച്ച നടന് വേണ്ടി കിട്ടിയത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. ഈ ചിത്രത്തിൽ സെക്കൻഡ് ഹാഫിൽ രജനീകാന്തിന് ഒരു കൈ പോകും. ഇതിൻ്റെ അകത്തൊരു പോപ്പുലർ ഡയലോഗാണ് കെട്ടപ്പയ്യൻ സാർ എന്താ കാളി എന്ന് പറയുന്നത്. 2 കൈയും 2 കാലും പോയാലും ഈ കാളി ജീവിക്കും, കെട്ടപ്പയ്യൻ സാർ എന്താ കാളി എന്നൊരു പോപ്പുലർ ഡയലോഗ് ഈ സിനിമയിലുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലെ ഏറ്റവും ഇതുവരെ രജനീകാന്തിൻ്റെ കരിയറിൽ തന്നെ രജനീകാന്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ ചിത്രത്തിൽ എന്നാണ്. മുള്ളും മലരും എന്ന ചിത്രമാണ്. ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു രജനി ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് 6-60 വരെ എന്നാണ്. ഇപ്പോൾ രജനിക്ക് 6 വയസ്സ് മുതൽ 60 വയസ്സിലുള്ള ആളുകൾ ഫാൻസ് ആയിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ സിനിമ ടൈറ്റിൽ അന്ന് തന്നെ വെച്ചിരുന്നു 6-60 വരെ. അതൊരു കൊമേഴ്ഷ്യലോ അങ്ങനെ സക്സസ്ഫുള്ളി ഫാൻസിനെ ഉദ്ദേശിച്ചല്ല, ഒരു മനുഷ്യൻ്റെ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു കഥയാണ് ആ ചിത്രം പറയുന്നത്. ഇതും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മാൻ്റെ കഥയാണ്. ഇതിൻ്റെ അകത്ത് രജനീകാന്ത് പല കാലഘട്ടത്തിലുള്ള പല പെർഫോമൻസുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് രജനീകാന്തിൻ്റെ കരിയറിൽ തന്നെ ഒരു മികച്ച ചിത്രവും മികച്ച ആക്ടിംഗ് പെർഫോമൻസ് നടത്തിയ ചിത്രമാണ്. അന്ന് ഈ ചിത്രത്തിൻ്റെ പകുതി വെച്ച് രജനി നിർത്തിപ്പോവാം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഒപ്പം അഭിനയിച്ചവരൊക്കെ ഭയങ്കര നാടകത്തിൽ അഭിനയിക്കണവരും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സെറ്റും ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഏതു നേരവും ഒരു കരച്ചൽ, ഇമോഷണൽസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് എപ്പോഴും ഈ പടത്തിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് 6-60 വരെയാണ്. രജനീകാന്തിൻ്റെ ഏറ്റവും വൺ ഓഫ് ദി മികച്ച പെർഫോമൻസ് ഈ ചിത്രത്തിലാണ്. ആദ്യത്തെ ചിത്രം മുള്ളുമലരുമാണ്, അതിന് ശേഷം എടുത്താൽ 6-60 വരെയാണ്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഓൾ ടൈം ക്ലാസിക്കായ ദളപതിയാണ്. ഒരു സിനിമയിൽ എല്ലാത്തരം ഇമോഷണൽ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ബ്രേക്കപ്പ് ആയിക്കോട്ടെ, മാരേജ്, സെക്കൻഡ് മാരേജ്, അങ്ങനെ എല്ലാ ഇമോഷണലും ഒന്നിച്ചൊരു സിനിമയിലുണ്ടെങ്കിൽ അത് ദളപതിയിലായിരിക്കും. മമ്മൂക്കയും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറും ഒന്നിച്ച് അഭിനയിച്ച ചിത്രമാണ്. അതിൻ്റെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, എല്ലാവരും ലെജൻഡറിയാണ്. അതുപോലെ തന്നെ ഒരു ലെജൻഡറി പെർഫോമൻസും കാഴ്ചവെച്ച ആളുകൾ മാത്രം ഒന്നിച്ചൊരു ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ദളപതിയാണ് 3-ാം സ്ഥാനത്ത് വരുന്നത്. ദളപതി എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ പെർഫോമൻസും അതിൽ അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ബോക്സ് ഓഫീസിലും ചിത്രം സക്സസ് ആയിരുന്നു. ചില പടങ്ങളുണ്ടാവും എല്ലാവരും നന്നായി അഭിനയിക്കും, പക്ഷേ ബോക്സ് ഓഫീസ് ഫെയിലർ ആവും. പക്ഷേ ഈ കാറ്റഗറിയിൽ രജനീകാന്തിൻ്റെ 3 പെർഫോമൻസ് നന്നായി ചെയ്ത പടങ്ങളും ബോക്സ് ഓഫീസ് സക്സസ് ആയി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആദ്യത്തെ ഒരു 3 ചിത്രങ്ങൾ, ക്ലാസിക് രജനീകാന്ത് ചിത്രങ്ങൾ കണ്ടിരിക്കേണ്ടത് മുള്ളും മലരും, 6-60 വരെ, ദളപതി എന്നീ 3 ചിത്രങ്ങളാണ്. മാസിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഇഷ്ടം പോലെ സിനിമയുണ്ട്. അതുകൊണ്ട് ഇതിന് 3 തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. എന്നാലും ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഒരു 3 ചിത്രങ്ങളാണ്. ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും അറിയാവുന്ന ചിത്രങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത്, അപ്പോൾ ആദ്യത്തെ ചിത്രം അണ്ണാമലയാണ്. ആദ്യമായി ബിഗ് സ്ക്രീനിൽ ഈ ടൈറ്റിൽ കാർഡ് വന്നത് അണ്ണാമലയിലൂടെ ആയിരുന്നു. ഒരു നായകന് വേണ്ട എല്ലാ ബിൽഡപ്പ് ഷോട്ട്, ഇൻ്റർവെല്ല്, അങ്ങനെ എല്ലാം ഈ സിനിമയിലുണ്ട്. ഒരു പെർഫെക്റ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ് ആയിരുന്നു. ഇതിൽ ഇൻ്റർവെൽ ബ്ലോക്കിലാണ് ഒരു ആക്ടർ രജനീകാന്തിൻ്റെ പെർഫോമൻസ്. ഒരു നീണ്ട ഡയലോഗാണ് പറഞ്ഞതിന് ശേഷം രജനീകാന്ത് ഇങ്ങനെ കാലിൽ തട്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് നടക്കുന്ന സീനുണ്ട്. അത് കാണുമ്പോൾ ഉണ്ടല്ലോ, യൂട്യൂബിൽ കാണുമ്പോൾ പോലും നമുക്കൊരു വൈബ്രേഷൻ ആയിരിക്കും. അതുപോലെ ഒരു പെർഫോമൻസ് ആയിരുന്നു അണ്ണാമലയിലെ ഇൻട്രോൽ ബ്ലോക്കിൽ. പക്ഷേ ഇതൊരു ആക്ടിങ് പെർഫോമൻസ് അങ്ങനെ ഒരു പടമായിട്ടല്ല പറയുന്നത്. ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ആക്ടിങ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ക്ലാസിക് സിനിമയിൽ ആക്ടിങ് ചെയ്യുന്നത് നോർമലായിട്ട് പലരും ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ എങ്ങനെ പ്രേക്ഷകനെ ആ ഇമോഷണലി കണക്ട് ചെയ്യുന്നു, ആ പ്രേക്ഷകൻ്റെ ഉള്ളിലെ ഇമോഷൻ എങ്ങനെ കണക്റ്റ് ആക്കി ആ രോമാഞ്ചം വരേണ്ട സ്ഥലത്ത് രോമാഞ്ചം വരണം, ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കണം, ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ സിനിമ. ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാനാണ് ഏറ്റവും പാടെന്ന് പറയുന്നത്. പലരും പേരിക്കും കൊമേഴ്ഷ്യൽ സിനിമയല്ലേ, സിമ്പിളല്ലേ എന്നൊക്കെ. പക്ഷേ അത് പ്രേക്ഷകനെ ആ ഇമോഷൻ കണക്ട് ചെയ്യിക്കുക എന്നുള്ളത് കൊമേഴ്ഷ്യൽ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ഏറ്റവും വലിയ പാടുമാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം രജനീകാന്തിൻ്റെ മാസം എടുക്കുകയാണെങ്കിൽ അണ്ണാമലയാണ്. 1992 ചിത്രം ഇറങ്ങിയ ചിത്രം ഇൻഡസ്ട്രീറ്റ് ആയിരുന്നു.
രണ്ടാമത്തെ ചിത്രം ഭാഷയാണ്. 1995 അണ്ണാമലയിലെ അതേ കോംബോ തന്നെ ഇറങ്ങിയ ചിത്രമാണ്. ഭാഷയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഭാഷയെ പറയാവുന്നതാണ്. ഭാഷ എന്ന് പറയുന്നത് അമിതാഭ് ബച്ചൻ്റെ ഹം എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, ഗോവിന്ദ്, രജനീകാന്ത് ഇവർ 3 പേര് ഒന്നിച്ച് അഭിനയിച്ച ഹം എന്ന ചിത്രത്തിൻ്റെ ഇൻസ്പിറേഷനാണ്. അതിൻ്റെ 1 ലൈൻ എടുത്തിട്ട് ചെയ്ത ചിത്രമാണ് ഭാഷ. പക്ഷേ ഭാഷ ഇറങ്ങിയ ശേഷം ആരും ഹമ്മിൽ നിന്നും ഇൻസ്പയർ ആവുന്നൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഭാഷയുടെ ഒഫീഷ്യൽ റീമേക്ക് ഉണ്ട്, അൺഒഫീഷ്യൽ റീമേക്ക് ഉണ്ട്. 1995 ഭാഷ ഇറങ്ങിയ തുടങ്ങി ഇന്ന് വരെ പല ചിത്രങ്ങളും ഭാഷയുടെ ആ ഒരു തീം ഫോളോ ചെയ്തായിരിക്കും വരുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട്. ഭാഷ എന്നും ഒരു കൾട്ട് ക്ലാസിക്കായിട്ട് നിൽക്കുന്ന ചിത്രമാണ്. തമിഴ്നാട്ടിൽ ഏകദേശം 365 ദിവസവും, കേരളത്തിൽ 140-145 ദിവസത്തോളം ഭാഷ ഓടിയിരുന്നു. തെലുങ്കിൽ 100 ദിവസം ഓടിയിരുന്നു. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ചിത്രമായിരുന്നു ഭാഷ. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പടയപ്പയാണ്. പടയപ്പയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ചിത്രം റിലീസും ഉണ്ട്. പടയപ്പ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി 60 കോടി ക്ലബ്ബിൽ കയറിയ ചിത്രമായിരുന്നു പടയപ്പ. 50 കോടി ക്ലബ്ബിൽ കയറിയത് കമൽഹാസൻ്റെ ഇന്ത്യൻ ആയിരുന്നു, 58 കോടി നേടിയിരുന്നു. പടയപ്പ അതിനെ മറികടന്ന് 60 കോടി നേടിയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടയപ്പയാണ്. പടയപ്പയുടെ പിന്നെ മറ്റൊരു പ്രത്യേകത പലർക്കും അറിയാത്ത എന്താണെന്ന് വെച്ചാൽ, പടയപ്പയുടെ കഥ എഴുതിയതും അതുപോലെ പ്രൊഡ്യൂസറും രജനീകാന്താണ്. അന്ന് അത് ടൈറ്റിൽ രജനീകാന്ത് കൊടുത്തിരുന്നില്ല. പക്ഷേ ഇത്തവണ റിലീസിൽ പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് കഥ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞുകൊണ്ട് രജനീകാന്ത് എന്നുള്ളത്. അപ്പോൾ കണ്ടിരിക്കേണ്ട രജനീകാന്തിൻ്റെ 3 ക്ലാസ് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുള്ളും മലരും, 6-60 വരെ, ദളപതി. ഇനി മാസ് ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അണ്ണാമലൈ, ഭാഷ, പടയപ്പ ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഭാഷയും കണ്ടിട്ടുണ്ടാവും, അണ്ണാമലയും കണ്ടിട്ടുണ്ടാവും. ക്ലാസ്സിന് മേലെ അധികം പേര് അങ്ങനെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കണ്ടവരുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ തലൈവ.